ഞാള് പാവങ്ങളല്ലേ, ഞാളെ സപ്പോർട്ട് ചെയ്യണം. നമ്മളെ ബീഫ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അടിപൊളി. ഹായ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്ന ജിൻസി നമ്മൾ പുതിയതാ. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് നാടൻ ബീഫ് ഒലത്തിയത് അല്ലേ? ആ. അപ്പോ ഇടുക്കി സ്റ്റൈല്. ഇതാരെഞ്ഞ പഠിപ്പിച്ചെന്ന്? എൻ്റെ അമ്മ. ആ, എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം. നമുക്ക് ആദ്യമേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് തേങ്ങാക്കൊത്തുണ്ട്. നമുക്ക് എന്താ പറയുക, ബീഫിന് ടേസ്റ്റ് തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തേങ്ങാക്കൊത്ത് ഇടുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും തേങ്ങാക്കൊത്ത് ഇടുന്നതൊക്കെ ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ഇടാം. തേങ്ങാക്കൊത്ത് നമുക്ക് ഇങ്ങനെ കടിക്കുമല്ലോ, നല്ല രസം ഉണ്ടാവും അല്ലേ? ബീഫിന്റെ ഓരോ കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ തിന്നുമ്പോൾ ഒരു തേങ്ങാക്കൊത്ത്. അപ്പോൾ നമുക്ക് അതൊന്ന് വഴറ്റി അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് ഒരു ഗോൾഡൻ കളറിൽ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അടുത്തത് നമുക്ക് ഉള്ളി ഒരു സവോളയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു സവോളയും ഒരു പിടി ചെറുള്ളി. പിന്നെ പച്ചമുളക് ഒരു 3 മുളകാണ് ഇട്ടേക്കുന്നത്. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയത്. ഇനി ഇത് വഴറ്റണം. സവോളയും ഉള്ളിയും കൂടെ നല്ല ഗോൾഡൻ കളറിൽ ആവണം. അതുവരെ വഴറ്റിക്കൊണ്ടിരിക്കണം. അതിന് പെട്ടെന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിടണം കുറച്ച്. നമ്മളിങ്ങനെ വഴറ്റിയെടുക്കണം. നമ്മളിങ്ങനെ അതിനെ ഇതാക്കി വഴറ്റിയെടുത്തുകൊണ്ടിരിക്കണം. കുറച്ച് നേരം ആവാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വെക്കാം. നമ്മുടെ സവാളയുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി നമുക്ക് അതിൻ്റെ അകത്ത് ഇടാം. അതും വഴണ്ട് വരണം കേട്ടോ. നമ്മുടെ മസാല സാധനം കേട്ടോ. ഒരു 1.5 സ്പൂണ് മുളക് പൊടി, പിന്നെ ഒരു സ്പൂണ് ഗരം മസാല, 2 സ്പൂണ് കുരുമുളക് പൊടി, ഒരു സ്പൂണ് മീറ്റ് മസാല, പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇങ്ങനെയാണ് നമ്മൾ ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് ഈ മസാലയൊക്കെ ചേർക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമ്മളിങ്ങനെ ഇളക്കണം. നമ്മുടെ മസാലയെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം മാറി. അപ്പം നമുക്ക് ബീഫ് അതിനകത്ത് ഇടണം. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, അത്രയും ചേർത്തിട്ട് പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്. അതെല്ലാം ശരി തന്നെ. പക്ഷേ ഇത് കുക്കറിൽ ഇട്ട് വേവിപ്പിച്ചതല്ലേ? അതെ, 8 വിസിൽ വന്ന ബീഫാണ് കേട്ടോ. ബീഫിന് നല്ല വേവുണ്ട്. അപ്പോൾ 8 വിസിൽ വരുത്തിയതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഈ ബീഫ് ചേർക്കണം.
നമുക്ക് അതിനൊന്ന് ആ മസാല എല്ലാം കൂടെ ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിക്കും. ലാസ്റ്റ് നമ്മൾ ഇടുന്നാൻ പോകുന്നത് മല്ലിയില. അതൊന്ന് ഇട്ടിട്ട് ഇളക്കാം. നമുക്ക് ബീഫിലോട്ട് കുറച്ച് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് മൂടി വെക്കാം. നമ്മുടെ ബീഫ് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് നോക്കാം. അതുപോലെ ഒരു 3 പ്രാവശ്യം ഇളക്കിയിട്ട് നമ്മുടെ ബീഫ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം ലാസ്റ്റ് നമ്മൾ കുറച്ചും കൂടെ ഒരു നല്ലൊരു എരിവിന് വേണ്ടി, ബീഫിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എരിവാണല്ലോ, അപ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി വിതറി കൊടുക്കാം. ആ കുരുമുളക് പൊടിൻ്റെ ആ ഫ്ലേവർ വരാൻ വേണ്ടി നമുക്ക് ഇരിക്കാൻ വേണ്ടി നല്ലപോലെ ഒന്നും കൂടെ ഇളക്കി വെച്ചിട്ട് തേനീച്ച യൂട്യൂബ് ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. സപ്പോർട്ട് എന്തായാലും വേണമല്ലേ. അതെ, ഞാള് പാവങ്ങളല്ലേ, ഞാളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമ്മൾ വിജയിക്കുള്ളൂ.